ദാ ഇത് കണ്ടോ, ഇങ്ങനെ ഇരുന്ന മുഖമാണ് ഞാൻ ദാ ഈ രൂപത്തിലാക്കി എടുത്തേക്കണേ. അത് വെറും 4 ദിവസം കൊണ്ട്. ഇത് ആയുർവേദ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫൗണ്ടേഷൻ ഒക്കെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ആ കുരു പോയി. എനിക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് അധികം പറ്റില്ല, എനിക്ക് അലർജറ്റിക് ആണ് ഞാൻ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് 100% എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ആയുർവേദ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 ദിവസം യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയതും അതിന് മുമ്പ് എൻ്റെ മുഖത്ത് ഉണ്ടായിരുന്ന കുരുവും കൂടി കാണിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിമ്പിൾസ് മാറാനും മുഖം കുറച്ചുകൂടി ബ്രൈറ്റ് ആവാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ആദ്യം തന്നെ പറയുകയാണ്, ഇത് പ്രൊമോഷനോ കൊളാബറേഷനോ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ കേട്ടോ. ഈ പ്രൊഡക്റ്റ് കാണിക്കണ മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇത് കൊറോണയുടെ സമയത്തൊക്കെ നമ്മൾ ക്വാറന്റൈൻ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുകയായിരുന്നല്ലോ. ഒരു പണിയില്ലായിരുന്ന സമയത്തൊക്കെ കുറേ ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ കാണുന്ന പല വീഡിയോസും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്വാറന്റൈൻ സമയത്ത്, കൊറോണ ഫസ്റ്റ് വന്ന സമയത്ത് പിമ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഹെയർ പാക്കും ഫേസ് പാക്കൊക്കെ ഒരുപാട് തവണ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മാസ്ക് യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരാൻ തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ എനിക്ക് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ 1-2 കുരു വന്ന് പീരീഡ്സ് കഴിയുമ്പോഴത്തേനും കുരു പോകും. പക്ഷേ മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മുഖത്ത് ഭയങ്കര പിമ്പിൾസ് ആയിട്ടോ. മാസ്കിൻ്റെ ആക്നെ വന്നിട്ട് ഒത്തിരി 2 സൈഡിൽ 2 കവിളിൽ നല്ലോണം പിമ്പിൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫേസ് പാക്കൊക്കെ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ സമയത്ത് ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് കുരു വന്നിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ പിന്നെ ഫൗണ്ടേഷനൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ആ കുരു പോയി. എനിക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് അധികം പറ്റില്ല, എനിക്ക് അലർജറ്റിക്കാണ് ഞാൻ. അതുകൊണ്ടിട്ട് ഞാൻ ആ ഫൗണ്ടേഷനൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുരുവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് കുരു വന്നു. അന്ന് ഞാൻ ഈ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കുരു പോയില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് കൊറോണയുടെ സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഞാൻ കുരുവൊക്കെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണമാണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. ആ മരുന്ന് തേച്ച സമയത്തും കഴിക്കാനുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കണില്ല. എന്തായാലും മുഖത്ത് തേക്കാനൊക്കെ മരുന്നുണ്ടായിരുന്നു. ആ മരുന്ന് എടുത്തപ്പോൾ എനിക്ക് കുറച്ച് കുറഞ്ഞു, പൂർണ്ണമായിട്ട് മാറില്ല, കുറച്ച് കുറഞ്ഞു. നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ആ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ മുഖത്ത് കുരു ഉണ്ടായിരുന്നു. ആ സമയത്താണ് ചേട്ടൻ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നത്. ചേട്ടൻ്റെ മുഖത്ത് കുരു വന്ന സമയത്ത് ചേട്ടൻ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. അലോപ്പതി, പിന്നെ ഇതുപോലെ ഹോം റെമഡീസ് എല്ലാം ചേട്ടൻ ട്രൈ ചെയ്തതാണ്. ലാസ്റ്റ് ചേട്ടൻ ഒരു വഴിയില്ലാണ്ടായപ്പോഴാണ് ചേട്ടൻ പോയി ആയുർവേദ ഡോക്ടറെ കണ്ടത്. അപ്പോൾ ചേട്ടൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ പൂർണ്ണമായിട്ട് ഡ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ സ്കിന്നാണ് എൻ്റെ. എന്തായാലും ഓയിലി അല്ല. അപ്പോൾ ചേട്ടന് ഡോക്ടർ കൊടുത്ത മരുന്ന് കഷായമൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ ഒരു പൊടിയും കൂടി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടൻ എനിക്ക് ആ പൊടി എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ ഇതൊന്ന് തേച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആയുർവേദം ആയതുകൊണ്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. കാര്യം എന്തായാലും കുറേ ഹോം റെമഡീസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പൊടി ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പൊന്നോ, ഞാൻ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സത്യം പറഞ്ഞാൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ആ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത് കേട്ടോ. പക്ഷേ 4 ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുഖം നല്ല ക്ലിയറായി, കുറച്ചുകൂടി ബ്രൈറ്റ് ആവും. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് എന്തായാലും കാണിച്ചു തരാം. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ സ്കിന്നിൽ എന്തുകൊണ്ടാണ് കുരു വരണമെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ കാര്യം ഹോർമോൺ ചേഞ്ച്. രണ്ടാമത്തെ കാര്യം കുറേ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ, പുറത്തുള്ള ഭക്ഷണങ്ങൾ, വറുത്തത് പൊരിച്ചത്, എണ്ണ കുറേ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുരു വരാം. പിന്നെ പ്രൊഡക്റ്റിൻ്റെ അലർജി. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സ്കിൻ പ്രൊഡക്റ്റൊക്കെ നമുക്ക് അലർജി ഉണ്ടെങ്കിൽ, അത് പിടിക്കാതെയൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിക്ക് കുരു വരാം. അതേ താരനുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ കുരു വരും. അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട്. അത് ആദ്യം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് പറ്റില്ല. എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ ഇത് ആയുർവേദം ആയതുകൊണ്ടിട്ട് ഞാനിത് എന്തായാലും സജസ്റ്റ് ചെയ്യും കേട്ടോ. എനിക്ക് യൂസ് ചെയ്ത അത്രയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എൻ്റെ സ്കിന്നിൽ കുരു വന്നാൽ ഞാൻ ഒട്ടനെ വരുത്തേക്കുന്നത് ഈ ഒരു സാധനം കേട്ടോ. തുടക്കം തന്നെ തേച്ച് കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ സാധനം പൊക്കോളും. ഒരുപാടായി കഴിഞ്ഞാൽ നമ്മളൊരു ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കിട്ടുവാണേ. പിന്നെ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ്, അതായത് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ 2 ആഴ്ചക്ക് മുമ്പായിട്ട് എനിക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് കുരു വന്നിട്ടാണ്. കുറേ കുരു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനിപ്പോൾ ആലോചിച്ചു എന്താണ് കുരു പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും കുരു വരാനുള്ള കാരണം എന്ന് ഓർത്തു. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമയുടെ സൺസ്ക്രീനാണ് കേട്ടോ. ഡെർമയുടെ ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മാസമായിട്ടുള്ളൂ. ഞാൻ ഇതുവരെ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആ സമയം തൊട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ മുഖത്ത് നല്ലോണം കുരു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിർത്തിയില്ല. കാര്യം എനിക്ക് ആദ്യമായിട്ട് എന്ത്
പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും എനിക്ക് കുരു വരും. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് എൻ്റെ മുഖത്തൊന്ന് സെറ്റ് ആവണം. അപ്പോൾ ചേട്ടൻ പറയും കുരു വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട മാറ്റിക്കോ എന്ന് പറയും. പക്ഷേ ഞാൻ അത് തന്നെ ഉപയോഗിച്ചാൽ ഞാൻ എൻ്റെ സ്കിന്നിനുമായിട്ട് സ്യൂട്ട് ആക്കും. അങ്ങനെ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തപ്പോഴത്തേനും എനിക്ക് കുരു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിവ്യയുടെ ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വേറെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ടായത്. എന്നിട്ട് ഞാൻ കമ്മലിട്ട് വെച്ചേക്കാം. ഇത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത് കുറേ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് തീർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയതാണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുഖത്ത് കുരു വന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് നിനക്ക് പിടിക്കാനിട്ടായിരിക്കും യൂസ് ചെയ്യേണ്ട, മാറ്റിക്കോ നിവ്യയുടെ തന്നെ വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഈ ഫേസ് പാക്ക് ഇട്ട സമയത്തും ഞാൻ ഡെയിലി ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു എന്നോട് ഫേസ് പാക്ക് ഇടുമ്പോൾ ഒന്ന് ഇത് ഇടണ്ട, നിർത്തി വെക്കുമെന്ന് പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല. ഞാനിത് എൻ്റെ ഫേസുമായിട്ട് സ്യൂട്ട് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഒട്ടും പറ്റുന്നില്ല, കുരു കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അടിപൊളി റിസൾട്ടാണ് എനിക്കത്. ഞാനത് 100% ഉറപ്പോടുകൂടി നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ചേട്ടൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ടിട്ട് ചേട്ടൻ ഈ പ്രൊഡക്റ്റ് വെള്ളത്തിൽ ചലിച്ചാണ് തേച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇത് എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്നാണല്ലോ, കുറച്ച് ഡ്രൈ ആണ്, പക്കാ നോർമലല്ല. എൻ്റെ സ്കിന്നിന് ഞാനിത് തൈര് യൂസ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക. എന്നിട്ട് അതും കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മുഖത്ത് തേച്ചത് കേട്ടോ. ഇതാണ് ഏലാതി ചൂർണം. കോട്ടക്കൽ ബ്രാൻഡിൻ്റെ ആണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ആയുർവേദ പ്രൊഡക്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോട്ടക്കൽ ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ കോട്ടക്കലിൻ്റെ ഫാനാണ്. ഏലാതി ചൂർണം എന്നാണ് പേര്. ഇത് ഈ ലാസ്റ്റ് ടൈം ചേട്ടൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ സാഷയുടെ പാക്കറ്റിൽ ഒരു പാക്കറ്റിന് 20 രൂപയാണ്. ആ ഒരു പാക്കറ്റ് നമുക്ക് കുറച്ച് യൂസിന് ഉണ്ടാവും. തൽക്കാലത്തേക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ ആ ഒരു സാഷേ പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. 20 രൂപയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഇത് 50 ഗ്രാമിൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 125 രൂപയാണ് കേട്ടോ. ഏലാതി ചൂർണം കോട്ടയ്ക്കൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. വേറെ ബ്രാൻഡിൻ്റെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത്ര റിസൾട്ട് തരുന്ന വേറൊരു ബ്രാൻഡ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആയുർവേദ പ്രൊഡക്റ്റ് മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കോട്ടയ്ക്കൽ ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയത്, ഷൂട്ട് ചെയ്തത് ആദ്യം വെർട്ടിക്കൽ ആംഗിളിലാണ്. കാരണം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ എന്തായാലും ലോങ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ബാക്കിയുള്ള ഷോട്ടെല്ലാം ഞാൻ ഹൊറിസോണ്ടലാണ് കേട്ടോ ഷൂട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ. ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നും കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മുഖത്തുണ്ടായിരുന്ന കുരു. ഈ പൊടി തേക്കുന്നതിന് മുമ്പ് എൻ്റെ മുഖത്ത് വന്ന കുരുവാണ് ഇത്. ആ മോയ്സ്ചറൈസർ തേച്ചതിന് ശേഷം വന്നേക്കുന്ന കുരുവാണിതാ. വലിയ കുരുണ്ട്, ചെറിയ ചെറിയ കുരുക്കളുണ്ട്. ഈ ഇടത് വശത്താണ് ഏറ്റവും കൂടുതൽ കുരു ഉണ്ടായിരുന്നത്. വലതുവശം ക്ലിയർ ആണ് കേട്ടോ, അവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഒരുപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡേ 1 ആണ് കേട്ടോ. ഈ കാണിച്ച ദിവസം തന്നെ ഞാൻ എടുത്തേക്കുന്ന പൊടിയാണിത്. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ തൈര് മതിയാകും. പോരാന്നുണ്ടെങ്കിൽ നമുക്കൊരു പേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ കിട്ടുന്നത് അത്രയും നമുക്ക് പാലോ അല്ലെങ്കിൽ തൈരോ ഡൈല്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. കുരുള്ള ഭാഗത്ത് അത്യാവശ്യം ഞാൻ നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 2ാമത്തെ ദിവസമാണ്. അങ്ങനെ ഞാൻ 4 ദിവസം അടുപ്പിച്ച് ചെയ്തേക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തെളിവ് സഹിതമാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. ഇതിനകത്ത് ഒരു മാനിപ്പുലേഷനോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെമി ഡ്രൈ ആകുമ്പോൾ മാക്സിമം ഒരു 20 മിനിറ്റ്സ് തന്നെ വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഒരുപാട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാര്യം ഒരുപാട് കുരു ഉണ്ട്, അത്യാവശ്യം നല്ല വലിയ കുരുവാണുള്ളത്. അതിൽ തന്നെ ഓവറായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി പ്രൊജക്റ്റായിട്ട് നിൽക്കേ ചെയ്യുള്ളൂ. ഞാൻ ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞതാണ്, സ്ക്രബ് ചെയ്തിട്ടില്ല. ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ ഞാൻ രാത്രിയാണ് ഇടാറ്, രാവിലെ ഇടാറില്ല. അപ്പോൾ രാത്രി ഞാൻ തേച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫേസ് വാഷ് ഒന്നും ചെയ്തില്ല കേട്ടോ. കാരണം ഞാൻ എങ്ങും പോയില്ല, വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. പുറത്തേക്കൊക്കെ ഒന്ന് പോയായിരുന്നെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനെങ്ങും പോകാൻ കൊണ്ടിട്ടാണ് ഞാൻ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാതിരുന്നത്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് തീർന്നുകൊണ്ടിട്ട് ഞാൻ വേറൊരു ബോട്ടിൽ വാങ്ങിയിട്ടാണ്. തൈര് മാത്രമല്ല, പാലിൽ ഞാനിത് മിക്സ് ചെയ്ത് തേച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈര് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടാണ്, എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തൈരാണ്. അപ്പോൾ തൈരുള്ളപ്പോൾ ഞാനത് യൂസ് ചെയ്യും, ഇല്ലാത്തപ്പോൾ ഞാൻ പാലാണ് എടുക്കാറ്. പിന്നെ ഞാൻ ട്രൈപോഡിലല്ല ഇതൊന്ന് ഷൂട്ട് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. കാര്യം ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞ് വന്ന് ട്രൈപോഡ് എടുത്തുകൊണ്ട് പോകും. അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മറ്റുള്ള വീഡിയോസൊക്കെ ഞാൻ ട്രൈപോഡിൽ ഷൂട്ട് ചെയ്തേക്കണേ. ഇല്ലാത്തപ്പോൾ ആൾ സമ്മതിക്കില്ല ട്രൈപോഡൊന്നും വെക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ബിഫോർ ഫോട്ടോയും ആഫ്റ്റർ ഫോട്ടോയും ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം എന്താണെന്ന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഡേ ബൈ ഡേ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്തതെന്ന്. ഇതിനകത്ത് ഒരു കള്ളത്തരമോ ഒരു ചതിയോ ഒന്നുമില്ല. നമ്മുടെ സ്കിന്നാണ് അത്. ഇപ്പോൾ വേറൊരാൾക്കൊരു അലർജി വരുന്ന രീതിയിലോ ഒരാളുടെ സ്കിന്ന് ഡാമേജ് ആവുന്ന രീതിയിലോ ഒരു കാര്യങ്ങളും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ആയുർവേദം ആയതുകൊണ്ടാണ്
അത്രയ്ക്കും ഗ്യാരൻറ്റിയോടെ ഞാൻ പറയുന്നത്. എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയതായതുകൊണ്ടിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ആരെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ കേട്ടോ. ആ ഒരു കുഴപ്പമില്ല. ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. എനിവേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വേറെ എന്തെങ്കിലും താറാവ് വേറെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കൊച്ചുറങ്ങുന്ന നേരത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ താറാവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും. പിന്നെന്താ? അപ്പോൾ ഗൈസ്, ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.